അപ്പൊ കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് പുഴുങ്ങിയ മുട്ട കൊണ്ട് ഒരു പൊള്ളിച്ച് തയ്യാറാക്കിയതായിരുന്നു. അടിപൊളിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തയ്യാറാക്കാറുണ്ട്. പക്ഷെ അതിപ്പോ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. സൂപ്പറാണ് കേട്ടോ. നല്ല അടിപൊളി, നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെയാണ്. നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കൂട്ടുകാരെ. പിന്നെ എന്ന് പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര വിലപ്പെട്ടതാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ കൂട്ടുകാരെ നിങ്ങളടുത്ത് പറയാണ്, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പൊ നേരെ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. ആദ്യം നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. അതിനകത്ത് കടായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് 2 സവാള ചെറുതായിട്ട് കുത്തി കഴിഞ്ഞാണ് അതിട്ട് കൊടുക്കുക. സവാള നമ്മളൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ് അതിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരക, സ്പൂൺ മഞ്ഞപ്പൊടി. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മുടെ കഥയിലെ മെയിൻ തരമായിട്ടുള്ള മുട്ട എടുത്തിട്ടുണ്ട്, പുഴുങ്ങിയതാണ്. നമുക്കിതൊരു വരയിട്ട് കൊടുത്ത് മൊത്തം നമ്മൾ എടുത്തേക്കുന്ന 5 മുട്ട എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കഴിക്കും. ഇപ്പോൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അത് നമ്മൾ നല്ലൊരു വാഴയില നമ്മൾ വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതിനകത്തോട്ട് തന്നെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 പച്ചമുളക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലൂടെ നമുക്ക് മേടിയിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇതങ്ങ് പൊതിയ. അടുത്ത് നമ്മളൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആണ് നമ്മൾ പൊതിഞ്ഞ് വെച്ച സാധനം നമുക്ക് ഇതിനകത്തോട്ട് വെക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് തുറക്കാം. ഇനി നമുക്കൊന്ന് അടുത്ത സൈഡ് കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. ഇനി ഈ ഭാഗം കൂടെ നമുക്കൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കഴിക്കും. ഇപ്പൊ നമുക്ക് തുറക്കാം. അടിപൊളി നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് തണുത്തിട്ട് ഇവനെ ഇളക്കി എടുക്കാം. അപ്പൊ കൂട്ടുകാരെ, വെച്ച് താമസിപ്പിക്കുന്നില്ല, ആ ചൂടോടെ തന്നെ നമുക്കൊന്ന് പൊട്ടിക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല ചൂട്. വാ, അടിപൊളി, നല്ലൊരു മണം. കൂട്ടുകാരെ, ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കൂട്ടുകാരെ. സൂപ്പർ സാധനമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.